എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് ഓർഗാനിക് മെഹന്തി കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതൊരു പേസ്റ്റ് തയ്യാറാക്കുന്ന വിധമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നിടുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന വലത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓർഗാനിക് കോൺ എങ്ങനെയൊക്കെ തയ്യാറാക്കാം, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. 100 ഗ്രാം പൊടി ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. ഇത് 100 ഗ്രാം മെഹന്തി പൗഡർ, 40 ഗ്രാം പഞ്ചസാര, 30 മില്ലി ടീ ട്രീ ഓയിൽ, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ നമുക്കത് മിക്സ് ചെയ്യാമെന്ന് നോക്കാം. 100 ഗ്രാം പൊടിയിൽ നമ്മൾ ആദ്യം 40 ഗ്രാം പഞ്ചസാര ചേർക്കുന്നു. ശേഷം ടീ ട്രീ ഓയിൽ 30 മില്ലി. ഇത് 30 മില്ലിയുടെ ഒരു കപ്പാണ്. 30 മില്ലി ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിലോ അല്ലെങ്കിൽ എക്കാലിസിൻ്റെ ഓയിലോ നമുക്ക് ചേർക്കാം. ഇതിലേത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിന്നിവിടെ ടീ ട്രീ ഓയിലാണ് ചേർക്കുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. നമ്മൾ സാധാരണ കടയിൽ ചെന്നിട്ട് മെഹന്തി പൗഡർ വാങ്ങുന്ന അതിന് ചിലപ്പോൾ ചെയ്താൽ നല്ല കളർ കിട്ടണമെന്നില്ല. അതായിട്ട് ബോഡി ആർട്ടിൻ്റെ മെഹന്തി പൗഡർ കിട്ടും. അത് തന്നെ വാങ്ങി യൂസ് ചെയ്യുക, എന്നാലും നല്ല കളർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓയിലും വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങണം. ലേശം നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യാം. ഈ പൗഡർ ഫുള്ള് നനയുന്നതോളം നേരം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള വെള്ളവും ചേർക്കണം. ഒത്തിരി ലൂസ് ആകാൻ പാടില്ല. എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് സ്പൂൺ യൂസ് ചെയ്ത് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. സ്റ്റീൽ സ്പൂൺ ഉപയോഗിക്കേണ്ട കേട്ടോ. നല്ലവണ്ണം കുഴമ്പ് രൂപത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. ഒത്തിരി ടൈറ്റും അല്ല, എന്നാൽ ഒത്തിരി വെള്ളം പോലെയല്ല. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കവർ ചെയ്ത് മൂടി വെക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കോണിലോട്ട് മാറ്റാമെന്ന് കരുതരുത്. കാരണം ഈ പൊടി ഞാൻ അരിച്ചിട്ടില്ല. ഇത് പേസ്റ്റ് ആക്കിയതിന് ശേഷം എങ്ങനെ അത് അരിച്ചെടുക്കാം എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. നമുക്കിതൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കാം. ഒട്ടും വായു പുറത്തു പോകാതെ നമുക്കിത് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഇതിന് 12 മണിക്കൂറിന് ശേഷമേ നമ്മൾ എടുത്ത് നോക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നല്ല ബ്രൗൺ കളറിലൊരു ലെയർ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുമ്പോൾ താഴെയായിട്ട് ഗ്രീൻ കളറിലും കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റെയിൻ റിലീസായിട്ട് വന്നിരിക്കണം. പിന്നെ ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ ഇനി ഓർഗാനിക് കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. പൗഡർ മിക്സ് ചെയ്യാനായിട്ട് വസ്തി പാത്രം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് സ്പൂണുകൾ ഉപയോഗിക്കുക. അല്ല എങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന മിക്സർ ഉണ്ട്, മറ്റേ എഗ് ടിസ്റ്ററൊക്കെ ഇല്ലേ, അതുപോലത്തെ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് മിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പൊടി സെലക്ട് ചെയ്യുമ്പോൾ ബോഡി ആർട്ട് ക്വാളിറ്റി കിട്ടുന്ന
പൊടി തന്നെ നമ്മൾ വാങ്ങിക്കണം. സാധാരണ മുടിയിൽ തേക്കുന്നതോ അങ്ങനെയുള്ള മെഹന്തി പൗഡർ നിങ്ങളൊരിക്കലും വാങ്ങരുത്. അങ്ങനെ നമ്മൾ വാങ്ങി അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ ലിബാൻ ഹെന്ന ആണ്. ബോഡി ആർട്ട് ക്വാളിറ്റി ലിബാൻ ഹെന്ന പൗഡറാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ FB ഐഡിയയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സഹിതമുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഇത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന ഓയിലും അവിടെ ലഭ്യമാണ്. നമുക്കിഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ടീ ട്രീ ഓയിൽ വേണമെങ്കിൽ അതല്ല എക്കാലക്സിൻ്റെ ഓയിൽ വേണമെങ്കിൽ. 12 മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതെങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് അത് കോണിലോട്ടാക്കാം എന്നുള്ളത് അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ കോൺ എങ്ങനെ ഉണ്ടാക്കാം, മെഹന്തി കോൺ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ഏത് തരം പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കവർ ഉപയോഗിച്ച് നമുക്കത് ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.